ഇന്ത്യ ഉടനെങ്ങാനും ആണവ പരീക്ഷണം നടത്തുമോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേട്ടിട്ടുള്ള ചോദ്യമാണ്. ആ വിഷയത്തിൽ മനസ്സ് തുറക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞങ്ങളുടെ നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയോടാണ് രാജ്നാഥ് സിംഗ് സംസാരിച്ചത്. എന്താണ് ഇതിനുള്ള പശ്ചാത്തലം എന്ന് നോക്കിയാൽ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ പാകിസ്ഥാൻ ആണവ പരീക്ഷണം രഹസ്യമായി നടത്തുന്നുണ്ട് എന്നത് പറഞ്ഞത്. പാകിസ്ഥാൻ മാത്രമല്ല, റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ആണവ പരീക്ഷണങ്ങൾ സജീവമായി നടത്തുന്നുണ്ട്. ഭൂമിക്കടിയിലാണ് ഇവർ പരീക്ഷണങ്ങൾ നടത്തുന്നത്, പുറത്തറിയുന്നില്ല എന്നതേ ഉള്ളൂ. അമേരിക്കയ്ക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ ആണവ പരീക്ഷണങ്ങളാകാം എന്ന ഒരു തരത്തിലാണ് ട്രംപ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അത്തരം നിർദ്ദേശങ്ങൾ ട്രംപ് നൽകിയത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ തന്റെ അത്തരം നിർദ്ദേശങ്ങൾ ഒന്ന് സാധൂകരിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ട്രംപിനുണ്ടായിരുന്നു. മാത്രവുമല്ല, 150 തവണ ലോകത്തെ തകർക്കാനുള്ള ആണവ ശക്തിയാണ് ഞങ്ങൾ എന്നൊരു അവകാശവാദവും ട്രംപ് നടത്തുകയുണ്ടായി. അതോടുകൂടിയാണ് ഈ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമായത്. ഈ വിഷയം പാകിസ്ഥാൻ നിഷേധിച്ചിരുന്നതാണ്. അപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ആവർത്തിച്ച് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുമ്പോൾ ഇന്ത്യ ഉടൻ അത്തരം ഒരു പരീക്ഷണത്തിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യമാണ് പല കോണിൽ നിന്നും ഉയർന്നത്. അതിനുള്ള മറുപടിയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് നൽകിയത്. പ്രതിരോധ മന്ത്രി പറയുന്നു, ശരിയായ സമയത്ത് ശരിയായ രീതിയിലായിരിക്കും ഇന്ത്യ നിലപാടുകൾ സ്വീകരിക്കുക എന്നതാണ് ഇന്ന് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇന്ത്യയുടെ ഒരു തീരുമാനത്തെയും മറ്റു രാഷ്ട്രങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുകയില്ല. അവർ തീരുമാനിക്കുന്നതോ അവർ പ്രചോദിപ്പിക്കുന്നതോ തരത്തിലല്ല ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് രാജ്നാഥ് സിംഗ് അടിവരയിടുന്നു. ഇന്ത്യ എപ്പോൾ എന്ത് ചെയ്യണം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ സ്വയം എടുക്കുന്ന തീരുമാനമാണ് എന്നതും രാജ്നാഥ് സിംഗ് ഈ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. ഈ വിഷയത്തിൽ പ്രതിരോധ മന്ത്രിയുടെ ആദ്യ പ്രതികരണമാണ് ന്യൂസ് 18 പുറത്തുവരുന്നത്. ऑपरेशन सिंदूर के बाद मैं आपसे पहली बार बात कर रहा हूं. मुझे याद है 2024 में आपने कहा था ये भारत वो भारत नहीं है, घर में घुस कर मारेगा. आपने इतने जोरों से बोला था कि पूरे इंटरनेशनल मीडिया ने भी उसको उठाया. ये सच साबित करके दिखा दिया जी. तो इसी पर मैं आ रहा था कि ये आपने सच साबित करके भी दिखाया ऑपरेशन इंदूर में. पर कुछ लोगों का मानना है कि बहुत जल्दी हाथ पीछे खींच लिए. इतनी जल्दी रुक क्यों गए? वो लोग चाहते थे कि थोड़ा और जोरों से पाकिस्तान को मैं सबक इसे सिखाया. पूरी तरह से स्पष्ट कर देना चाहता हूं कि बराबर पाकिस्तान के डीएमओ की तरफ से टेलीफोन आ रहे थे. जी. उनके टेलीफोन आने के बाद तब ये हुआ. माने हम लोग युद्ध पिपासु नहीं हैं. जी. कुछ लोग ऐसे होते हैं जो बराबर चाहते हैं कि युद्ध हो, कन्फ्रंटेशन हो. भारत ऐसा नहीं चाहता है कभी. यदि बार बार उनकी तरफ से आग्रह हो रहा है कि नहीं, अब इसे स्थगित किया जाना चाहिए, बंद किया जाना चाहिए, तो उसके बाद जाकर ये तय किया कि हमको जो करना था वो हमने कर लिया. जी. अब उसके बाद इस युद्ध को आगे बढ़ाने का कोई औचित्य अब नहीं है. आवश्यकता पड़ेगी फिर करेंगे. डोनाल्ड ट्रंप जी ने कहा है कि पाकिस्तान न्यूक्लियर टेस्ट कर रहा है. उन्होंने ये कहा है कि रशिया और चाइना जो आज कर रहे हैं, इसको देखते हुए, इसको नजर रखते हुए हो सकता है अमेरिका भी ऐसा कुछ करने का प्रयास करे, कुछ करना चाहता है करे. जी. भारत इसका क्या करेगा? क्या भारत भी कुछ न्यूक्लियर टेस्ट करेगा? ये सवाल है मेरा. भारत क्या करेगा ये तो भविष्य ही बतलाएगा, लेकिन जिसको जो करना है वो करे. हमें इस संबंध में कुछ नहीं कहना है. चाहे पाकिस्तान कर रहा है, चाहे अमेरिका कर रहा है, तो जिसको जो करना है कर रहा है. तो भारत यह मानकर चलिए कि भारत किसी भय के कारण अथवा किसी दबाव में कोई कदम नहीं उठाता है. जो भारत को भारत के इंटरेस्ट में उचित लगेगा वही कदम हम उठाएंगे. सही समय पे करेगा. सही समय पर सही कदम उठाएंगे. ദീർഘമായ സംഭാഷണമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഉള്ള കാര്യങ്ങൾ, ഇന്ത്യ നമ്മുടെ ആയുധശേഖരം മിനുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ രാജ്നാഥ് സിംഗ് ഈ അഭിമുഖത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഒരു മൂന്നാം ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ബാഹ്യ ഇടപെടൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഈ ന്യൂക്ലിയർ പരീക്ഷണം ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളോട്, അത് ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്നത് ഇന്ത്യ തന്നെയാണ്, അത് ഭാവി പറയും. ന്യൂക്ലിയർ പരീക്ഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നല്ല പറയുന്നത്, അത് ഭാവിയിൽ അറിയാം എന്നതാണ് പ്രതിരോധ മന്ത്രി പറയുന്നത് എന്നത് കൂടി ശ്രദ്ധിക്കണം. പക്ഷെ അത് ആരുടെയും സമ്മർദ്ദത്തിലായിരിക്കില്ല. ഇന്ത്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്ന കാര്യമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഈ വിഷയത്തിൽ
ട്രംപാണ് ഇപ്പോൾ ഈ ഒരു ചർച്ച സജീവമാക്കിയിരിക്കുന്നത്. ട്രംപ് റഷ്യയെയും ചൈനയെയും ഉത്തര കൊറിയയെയും പാകിസ്ഥാനെയും സൂചിപ്പിച്ചുകൊണ്ട് ഇവരെല്ലാം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന ഒരു കാര്യം പറയുകയും അമേരിക്ക ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ അവർക്കും അത് സാധ്യമാകും അതിനെ അല്ലെങ്കിൽ ഇതുവരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ട്രംപ് ഇത് പറഞ്ഞതിന് ശേഷം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങൾ ഉടലെടുത്തു. പാകിസ്ഥാനിൽ അടുത്തിടെ അടിക്കടി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഇതിന്റെ ഭാഗമാണോ എന്ന സംശയം പല വിദഗ്ധരും ഉന്നയിച്ചു. കാരണം 4.4 മുതൽ 4.7 വരെയുള്ള ഭൂചലനങ്ങളാണ് പാകിസ്ഥാനിൽ ഈ അടുത്തിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ മുൻപ് ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഭൂചലനങ്ങളുടെ റിക്ടർ സ്കെയിലിലെ തോതും ഇതായിരുന്നു. അപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ പല വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ രഹസ്യമായി ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന നിഗമനത്തിലേക്കൊക്കെ ചിലർ എത്തി. മറ്റൊരു കാര്യം, ഈ പർവേസ് മുഷറഫിന്റെ കാലത്ത് തീവ്രവാദികൾ ഈ ആണവ രഹസ്യങ്ങൾ സ്വന്തമാക്കുമോ, ആണവായുധങ്ങൾ സ്വന്തമാക്കുമോ എന്നൊരു പേടി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ആണവ നിലയങ്ങളുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ട്രംപ് ഇക്കാര്യം പറയുമ്പോൾ അത് ആധികാരികമാണ് എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വസ്തുത എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ പാകിസ്ഥാൻ ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. CTBTയിൽ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ പോലും സ്വയം ഇതിന് ഒരു പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ്, ഒരു മൊറട്ടോറിയം കൽപ്പിച്ചിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഒരിക്കലും ആദ്യം ആണവ പരീക്ഷണം നടത്തിയിട്ടില്ല, ഇനിയും ഒരിക്കലും ആദ്യം ആണവ പരീക്ഷണം നടത്തത്തില്ല എന്ന് പാകിസ്ഥാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പ്രതികരണമൊക്കെ വന്നിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇത് പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അങ്ങനെയാണ് ഈ വിഷയം സജീവമായി ചർച്ചയിലേക്കൊക്കെ വരുന്നത്. 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തുന്നത്. അതിനുശേഷം 1998 മെയ് 11 പൊഖ്രാനിൽ ടെസ്റ്റ് റേഞ്ച് നടത്തി. ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ് ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയത്. മെയ് 11 ശക്തി 1, ശക്തി 2, ശക്തി 3 എന്നിങ്ങനെ 3 അണുബോംബുകളാണ് ഇന്ത്യ പ്രയോഗിച്ചത്. 2 ദിവസത്തിന് ശേഷം മെയ് 13 മറ്റ് 2 അണുബോംബുകളായ ശക്തി 4ഉം ശക്തി 5ഉം പരീക്ഷിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നിലനിന്നിരുന്ന കടുത്ത സമ്മർദ്ദങ്ങളെയും ശത്രുരാജ്യങ്ങളുടെ വലിയ നിരീക്ഷണ വലയത്തെയും ഒക്കെ മറികടന്നായിരുന്നു ഇന്ത്യ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. ഇതിന് മറുപടിയായിട്ടാണ് 1998 ആണവശക്തിയായ പാകിസ്ഥാൻ 2 ആണവ പരീക്ഷണങ്ങൾ നടത്തിയത്. 98 റാസ്കോ മലനിരകളിലും ഖാരൻ മരുഭൂമിയിലുമായി 6 അണ്ടർഗ്രൗണ്ട് പരീക്ഷണങ്ങളാണ് നടന്നത്. ഈ കാര്യങ്ങളിൽ മാത്രമേ ഇതുവരെ സ്ഥിരീകരണങ്ങളുള്ളൂ. ഇതിന് ശേഷം പാകിസ്ഥാൻ രഹസ്യമായി എന്തെങ്കിലും ഈ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവുമില്ല. ഇതിൽ ചില അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഈ പ്രസ്താവന നടത്തിയതിന് ശേഷം ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്ന ഭൂചലനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു സാഹചര്യങ്ങളും സാധ്യതകളും ഇല്ല എന്നതാണ് ഇതിൽ മറ്റു വിദഗ്ധർ തന്നെ സൂചിപ്പിക്കുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. CNN ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലൂടെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു, ഇന്ത്യ എപ്പോൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. അതൊരിക്കലും മറ്റൊരു രാഷ്ട്രത്തിന്റെ ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിലായിരിക്കില്ല. ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് ഭാവി പറയും എന്നതാണ് അദ്ദേഹം CNN ന്യൂസ് 8 നൽകിയ